അസ്സലാമു പ്രിയപ്പെട്ടവരെ, റമദാൻ തുടക്കത്തിൽ തന്നെ രണ്ട് സന്തോഷമാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. എല്ലാവരും നോമ്പൊക്കെ തുറന്നായിരിക്കും. പടച്ചറബ് നമുക്കൊക്കെ 30 നോമ്പും നോൽക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും തെരുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുന്നിലെത്തിച്ച ഈ ഒരു വീഡിയോ ഇത് കണ്ടവരുടെയൊക്കെ മനസ്സ് ഒരുപാട് വേദനിച്ചിരുന്നു. നമുക്ക് ആ വീഡിയോയിൽ വന്ന കമൻറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ കുട്ടിയെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അല്പം ഞാൻ കാണിക്കുകയാണ്. വീട്ടിൽ അരി അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, സഹായിക്കുകയൊന്നുമില്ല കുടുംബത്തില്. ഞാനൊരു മുസ്ലിമാണ്. ഞാന് വീട് വിട്ടിറങ്ങി വന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ ഈ ഒരു കുട്ടിയാണ് നമ്മളെ ഏറെ കരയിപ്പിച്ചത്. ചിലർക്ക് ദേഷ്യവുമുണ്ട്. എന്താണെന്നല്ലേ, മാതാപിതാക്കളെ ധിക്കരിച്ച് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയവളാണ്. 9 വർഷമായി മാതാപിതാക്കളുമായി വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട്. കഥയറിയാത്തവർക്ക് പറയാണ്, മാതാപിതാക്കളെ ധിക്കരിച്ച് ഒരുവന്റെ കൂടെ ഇറങ്ങിപ്പോയവളാണ്. അവസാനം 2 മക്കളായപ്പോൾ അവൻ ഉപേക്ഷിച്ചു. അങ്ങനെ ജീവിതവുമായി നട്ടം തിരിയുകയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് 2 മക്കളെ ഇങ്ങനെയൊക്കെ ആക്കി. അങ്ങനെ ജീവിച്ചു പോകുമ്പോഴായിരുന്നു ഈ ഒരു സഹോദരിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത്. പിന്നെ ആകെ നട്ടം തിരിയുകയായിരുന്നു. 2 മക്കളുണ്ട്, 2 മക്കൾക്ക് ആഹാരം നൽകണം. ഈ സഹോദരിയുടെ അടുത്താണെങ്കിൽ 5 പൈസയുമില്ല. അങ്ങനെ പട്ടിണിയും പരുവത്തിലുമായിരുന്നു. അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ദൈവദൂതനെ പോലെ സൂരജ് എന്ന് പറയുന്ന ഈ ഒരു വ്ളോഗർ അവിടെ എത്തുന്നത്. സൂരജിനെ അധിക പേർക്കും അറിയാവുന്നതായിരിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അധിക പേർക്കും അറിയാം. മണി ചലഞ്ചായിരുന്നു. മണി ചലഞ്ച് എന്ന് വെച്ചാൽ 100ന്റെ കെട്ടും 200ന്റെ കെട്ടും നമുക്ക് എണ്ണാൻ തരും. 30 സെക്കൻഡിൽ നമുക്ക് എണ്ണിയെടുക്കാവുന്ന അത്രയും നമുക്ക് എണ്ണിയെടുക്കാം. അത് നമ്മുടേത്. അതായിരുന്നു ചലഞ്ച്. അതാണ് ഗെയിം. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്ളോഗറായിരുന്നു സൂരജ്. അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെയാണ് മിക്ക പൈസയും എത്തിയിരിക്കുന്നത്. പാവങ്ങളെ കണ്ടെത്തി അവരെ കൊണ്ട് പൈസ എണ്ണിപ്പിക്കുക. 30 സെക്കൻഡിൽ എണ്ണിയെടുക്കാവുന്ന അത്ര നമുക്ക് എണ്ണിയെടുക്കാം. അങ്ങനെ പലരും 10,000 പൈസ എണ്ണിയെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, പാവപ്പെട്ടവരാണെന്നറിഞ്ഞാൽ സൂരജിനെ കൊണ്ട് പറ്റാവുന്ന സഹായവും അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. സൂരജിൻ്റെ അടുത്തെത്തിയ ആരും നിരാശപ്പെട്ടതായി നമ്മളൊന്നും കണ്ടില്ല. രക്ഷപ്പെട്ടതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അടുത്തേക്കും എത്തുകയാണ്. ആ വീഡിയോ ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ആളുകളുടെ കമന്റ് ഉണ്ടായിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കാൻ. സൂരജ് അവരെ നല്ലവണ്ണം നോക്കിയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, നന്നായി ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സൂരജ് അവരെ വെറുതെ വിട്ടില്ല. ആ ഒരു സന്തോഷമാണ് എനിക്ക് നിങ്ങളെ പങ്കുവെക്കാനുള്ളത്. അങ്ങനെ സൂരജ് അവരെ കൊണ്ടുപോവുകയാണ്. അവർക്കൊരു വീടൊക്കെ ശരിയാക്കി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളായി എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ തന്നെയാണ് സൂരജ് മിക്ക ആളുകൾക്കും ചെയ്തു കൊടുക്കാറ്. മണി ചലഞ്ച് ചെയ്യുക മാത്രമല്ല, അവരെ നന്നായി അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യാറുണ്ട്. അവൻ്റെ വീഡിയോ കാണുന്നവരും നന്നായി സഹായിക്കാറുണ്ട്. അങ്ങനെ ആ സഹോദരിയെ നാട്ടിൽ ഒരു വീട്ടിലേക്ക് ആക്കുകയാണ്. അപ്പൊ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇന്ന് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി ആദ്യം അവർക്ക് വേണ്ട വീടിന് അഡ്വാൻസും കൊടുത്ത് നേരെ തമിഴ്നാട്ടിലോട്ട് പോയി. ഞാൻ ചെല്ലൂന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്റെ വരവിന് വേണ്ടി എല്ലാരും കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഉറപ്പായിട്ട് എന്തെങ്കിലും ചെയ്യും. അതിൽ ഒരു മാറ്റവും ഇല്ല. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഹോമിലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഒരു തീരുമാനം. 9 വർഷമായില്ലേ നാട് വിട്ടിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമായിട്ടുണ്ടാകും. നമുക്ക് ഈ കുട്ടി പറഞ്ഞതിൽ ഏറെ വിഷമമുണ്ടാക്കിയത് ഇതായിരുന്നു. പട്ടിണിയും പരുവത്തിലുമായിരിക്കുന്ന മക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി ആരോടോ ഒരു 5,000 രൂപ കടത്തിന് ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ച ആ ഒരു ചോദ്യം എന്നെ ഏറെ വേദനിപ്പിച്ചു. 5,000 രൂപ ഞാൻ തരാം, ഒരു രാത്രി എനിക്ക് കിടന്നു തരുമോ എന്ന്. ആ ഒരു ചോദ്യം വല്ലാത്തൊരു ചോദ്യമായി പോയി. ഇങ്ങനെ തന്നെയാണ് ഓരോ പെൺകുട്ടികളും മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും വെറുപ്പിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഓരോ പെൺകുട്ടികളുടെയും ചില അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. ചിലരിങ്ങനെ എത്തിപ്പെടുന്നതാണ് സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെ ഒരു സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. എന്തെന്നാലും അവർ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. ആ മക്കളുടെയൊക്കെ ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് ചോക്ലേറ്റൊക്കെ കൊണ്ടുകൊടുത്ത് മനസ്സ് അവരുടെ നിറയുകയാണ്. ജീവിതത്തിൽ ഇതുപോലെ ചെയ്ത നന്മകൾ മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ നിന്നും കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ചില വ്ളോഗർമാർ ഇതുപോലെ സോഷ്യൽ മീഡിയ നന്നായി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉബൈദ്, അതുപോലെ തന്നെ സൂരജ്. നല്ല കാര്യം തന്നെയാണ്. പടച്ചറബ്ബ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ബർക്കത്തും ഇസ്സത്തും ഒക്കെ നൽകുമാറാകട്ടെ. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പടച്ചറബ്ബിൻ്റെ ഒരു ശിക്ഷയാണ്. അവരുടെ ആ നാട്ടിലെ പള്ളിയിൽ നിന്ന് തന്നെ പുറത്താക്കിയത്രേ. വീട്ടുകാർക്കും വേണ്ട, ഉമ്മക്കും വേണ്ട, ബന്ധുക്കൾക്കും വേണ്ട, നാടിനും വേണ്ട, മൊത്തമായിട്ട് വേണ്ടാതായി. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉമ്മക്കും വേണ്ടാതായിട്ടല്ല, ഇതൊക്കെ പടച്ചറബ്ബിൻ്റെ ശിക്ഷയാണ്. ചെയ്തിരിക്കുന്ന തെറ്റ് ചെറുതൊന്നുമല്ല, ഉമ്മയാണ്. ഉമ്മയെ വേദനിപ്പിച്ചാൽ ഉമ്മ പുറത്തു തരും, പക്ഷേ പടച്ചറബ്ബ് പുറത്തു തരില്ല.
അതിനുള്ള ശിക്ഷ ആഖിറത്തിൽ മാത്രമല്ല ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ടേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മുടെ മക്കൾ. ഇവർ പറയുന്നുണ്ടായിരുന്നു, ഉമ്മയുടെ കാല് പിടിക്കാനൊന്നും ഞാനില്ല, എല്ലാം അറിഞ്ഞിട്ടും എന്നെ അവർ വിളിച്ചില്ല, നാട്ടുകാരുടെയും പള്ളിക്കാരുടെയും ആരുടെയും സഹായം എനിക്ക് ലഭിച്ചില്ല. മോളെ, ഇതൊക്കെ പടച്ച റബ്ബിന്റെ ശിക്ഷയാണ്. അവർക്ക് നിന്നെ വേണ്ടായിട്ടോ, നിന്നോട് കരുണയില്ലായിട്ടോ, ഉമ്മക്ക് നിന്നെ വേണ്ടായിട്ടോ എന്നല്ല, ഇതൊക്കെ പടച്ച റബ്ബ് ചെയ്യിപ്പിക്കുന്ന ശിക്ഷയാണ്. അതെങ്കിലും മനസ്സിലാക്കുക. മതപരമായി വിശ്വാസമുണ്ടെങ്കിൽ പടച്ച റബ്ബിനെ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിക്കുക. അത്രേ എനിക്ക് ഈ നല്ല നാളിൽ പറയാനുള്ളൂ. ഏതായാലും നമുക്കൊക്കെ സന്തോഷമായി, 2 മക്കളുള്ളതാണ്. നല്ല രീതിയിൽ ജീവിക്കാൻ പടച്ച റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. പിന്നെ എനിക്ക് ഏറെ സന്തോഷമുള്ള വാർത്ത തോന്നിയത്, ഞാൻ ഇങ്ങനെ കരുതിയാണ്, എന്തൊക്കെ കളികൾ കളിച്ചതാണ്. പക്ഷെ എന്ത് കളി കളിച്ചാലും അവസാനം പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പടച്ച റബ്ബിലേക്ക് തന്നെ എത്തുകയാണ്. ഞാൻ പറയുന്നത് ഈ ഷക്കീല എന്ന് പറയുന്ന ഒരു സിനിമാ നടി, മിക്ക ചെറുപ്പക്കാർക്കൊക്കെ അറിയുണ്ടാവും. 90 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. വൃത്തികെട്ട വേഷങ്ങളായിരുന്നു അഭിനയിച്ച് തീർത്തത്. ഒരുപാട് ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു ഷക്കീല. അവസാനം അവർക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ തെറ്റുകളാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ വലിയ തെറ്റുകളാണ്. അങ്ങനെ അവർ ആത്മീയതയിലേക്ക് മടങ്ങുകയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഈ ഒരു റമദാനിൽ തന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പടച്ച റബ്ബ് എത്ര കാരുണ്യവാനാണെന്ന്. ഒരു അടിമയോട് ഇത്രയധികം കാരുണ്യം കാണിക്കാൻ റബ്ബിനല്ലാതെ മറ്റാർക്കാണ് പറ്റുക? അത്രയ്ക്ക് കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. അവർക്ക് തന്നെ അറിയാം. അതാണ് അവർ പറയുന്നത്. പടച്ച റബ്ബിൻ്റെ കാരുണ്യം തേടി ഉംറക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞത്. പൊറുക്കലിനെ തേടുകയാണ് അവർ. പടച്ച റബ്ബ് കാരുണ്യവാനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്, പടച്ച റബ്ബിന്റെ മുന്നിൽ അഭിനയിക്കരുത്. പടച്ച റബ്ബ് കാരുണ്യവാനാണ്, പുറത്തു തരും, എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നവനാണ് പടച്ച റബ്ബ്. ആ റബ്ബിന്റെ മുന്നിലാണ് നമ്മുടെയൊക്കെ ഈ നാടകം. എല്ലാ കളികളും കളിച്ച് പടച്ച റബ്ബ് ലാസ്റ്റ് അവസാനം നന്നാക്കി തരികയാണ്. ആ ഒരു ജീവിതമെങ്കിലും നന്നായി ജീവിക്കാൻ ആ ഒരു സഹോദരിക്ക് കഴിയുമാറാകട്ടെ. അതിനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് കൊടുക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസമാണ്. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റസൂലല്ലാഹ് യാ ഇമാമൽ ഖിബ്ലതൈനി യാ ഹബീബല്ലാഹ് മർറ വജ്ഹക യസ്അദ യാ കരീമൽ വാലിദൈനി ഹൗക സാഫിൽ മുബറദ്